തനിക്കെതിരെ വരുന്ന ആയുധങ്ങൾ, ശത്രുക്കൾ, ഇവരൊക്കെ എങ്ങനെ മരണപ്പെട്ടു പോകുന്നുവെന്ന് അറിയാതിരിക്കുക. അധോലോക രാജാവായി വാഴുന്ന ഒരു സ്വാമി, നിരവധി ആളുകളുടെ ജീവനെടുത്ത ഒരാളെന്നുള്ള ഒരു ആരോപണം താങ്കൾക്കെതിരെയുണ്ട്. കുരച്ചുകൊണ്ട് വരുന്ന പട്ടിയുടെ കടി കൊണ്ട് മരണം സംഭവിക്കില്ല. അതേസമയം നിശബ്ദമായിട്ട് വരുന്ന ഒരു പാമ്പിൻ്റെ കടി മരണത്തിലേക്ക് കൊണ്ടുപോകും. ഇന്ന് ഭദ്രാനന്ദ് നിയന്ത്രിക്കുന്ന ഒരു ലോകമുണ്ട്. ഇവിടുത്തെ പോലീസിനോ ഇന്റലിജൻസിനോ കണ്ടെത്താൻ കഴിയാത്ത വിധം ഒരു വലിയ അധോലോക രാജാവാണ് ഭദ്രാനന്ദ് എന്ന് ഞാൻ പറഞ്ഞാൽ ആലുവയിലെ പോലീസ് സ്റ്റേഷനിൽ തോക്കെടുത്ത് വെടിവെച്ച ആളാണ്. എൻ്റെ ആൾക്കാരെ ആക്രമിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ അതിൻ്റെ പ്രത്യാഘാതം എങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് ഈ ഭൂമിയിൽ ചിലത് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. മരടനീഷും തമ്മനം വൈസലും അങ്ങനെയുള്ള ആളുകൾ, വെട്ടിൽ സുരേഷും ഒക്കെയാണ് കൊച്ചി ഭരിക്കുന്നതെന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ അതൊന്നുമല്ല അധോലോകമെന്നുള്ളത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളല്ലേ താങ്കൾ. ആത്മീയതയിൽ ജീവിക്കുമ്പോൾ തന്നെ അധോലോക രാജാവിനെ പോലെ കഴിയുന്ന ഒരു മനുഷ്യൻ. കേരളത്തിൽ ഇദ്ദേഹം തോക്കുസ്വാമിയാണ്. തോക്കുസ്വാമി എന്ന് കേട്ട് പുച്ഛിച്ചു തള്ളുന്ന ഒരു വിഭാഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവുകളോ അറിവുകളോ തിരിച്ചറിയാത്ത ഒരുപറ്റം ആളുകളാണ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത്, ചോദ്യം ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ തൻ്റെതായ ശൈലിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം, ശ്രീ ഭദ്രാനന്ദ് ജി. അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും പലരും തിരിച്ചറിയുന്നില്ല. തോക്കുസ്വാമി എന്ന പേരിൽ കുറ്റപ്പെടുത്തുമ്പോഴും തൻ്റെതായ ആ പവറിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ചില ചരിത്ര സംഭവങ്ങൾ പലരും തിരിച്ചറിഞ്ഞിട്ടുമില്ല. ആ അറിവുകളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒറ്റ ദിവസം കൊണ്ട് 6 പേരുടെ ജീവൻ എടുക്കുക, യാതൊരു തെളിവും ബാക്കി വെക്കാതെ അത് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. തനിക്കെതിരെ വരുന്ന ആയുധങ്ങൾ, ശത്രുക്കൾ, ഇവരൊക്കെ എങ്ങനെ മരണപ്പെട്ടു പോകുന്നുവെന്ന് അറിയാതിരിക്കുക. മാഫിയ കിങ്ങിനും അപ്പുറം അധോലോക രാജാവായി വാഴുന്ന ഒരു സ്വാമി, ഒരു സ്വാമിക്ക് എങ്ങനെയാണ് അധോലോക രാജാവായി മാറാൻ കഴിയുന്നത്? താങ്കളുടെ നിശബ്ദത, താങ്കൾ മിണ്ടാതിരിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഒരു നോട്ടത്തിൽ നിന്ന് പോലും ഒരു സ്വാമി എന്നതിനപ്പുറം താങ്കൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഭീകരത എനിക്ക് താങ്കളുടെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. നിരവധി ആളുകളുടെ ജീവനെടുത്ത ഒരാളെന്നുള്ള ഒരു ആരോപണം താങ്കൾക്കെതിരെയുണ്ട്. എന്താണ് അതിനോടുള്ള പ്രതികരണം? നോ കമന്റ്സ്. ആത്മീയതയിൽ ജീവിക്കുന്ന ഒരാളാണ്. ആത്മീയതയിൽ ജീവിക്കുമ്പോൾ അധോലോകം അടക്കി വാഴുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള കേരളത്തിൽ നിരവധി ഗുണ്ടാ നേതാക്കളെക്കുറിച്ച്, മാഫിയ കിങ്ങുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അതിനുമപ്പുറം ഇന്ന് ഭദ്രാനന്ദ് നിയന്ത്രിക്കുന്ന ഒരു ലോകമുണ്ട്. ഇവിടുത്തെ പോലീസിനോ ഇന്റലിജൻസിനോ കണ്ടെത്താൻ കഴിയാത്ത വിധം, ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ബന്ധങ്ങളുള്ള ഒരു വലിയ അധോലോക രാജാവാണ്, ഒരു അധോലോക ചക്രവർത്തിയാണ് ഭദ്രാനന്ദ് എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ എന്ന് പറയും. എനിക്കറിയില്ല നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് പലതും പറയാമല്ലോ. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് വായി തോന്നുന്നതൊക്കെ പറയലും കഥയുണ്ടാക്കലും അല്ലേ നിങ്ങളുടെ രീതി. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ത് മറുപടി പറയാം? ആലുവയിലെ പോലീസ് സ്റ്റേഷനിൽ തോക്കെടുത്ത് വെടിവെച്ച ആളാണ്. പോലീസിന്റെ മുന്നിൽ തോക്കെടുത്ത് ഉപയോഗിക്കാൻ യാതൊരു ഭയവുമില്ലാതെ, ആരെയും ഭയക്കാത്ത ഒരു മനുഷ്യനാണ് ഭദ്രാനന്ദ് ജി. അതൊക്കെ വെറുതെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ സൃഷ്ടിയില്ല. ഒരിക്കലുമല്ല. എന്തുകൊണ്ടാണ് താങ്കൾ തുറന്നു പറയാതെ? സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് റീൽസുകളിലൂടെ, ഓരോ ദിവസവും നമ്മൾ റീൽസുകൾ കാണുകയാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരു ഗുണ്ടാ നേതാവ് വരുന്നു, കാറിൽ വരുന്നു, കൂടെ 10ഉം 15ഉം 20ഉം ആളുകൾ ചുറ്റും നിൽക്കുന്നു. ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ ഇവിടുത്തെ ഓൺലൈൻ ചാനലുകൾ മത്സരിക്കുന്നു. മരടനീഷും തമ്മനം വൈസലും അങ്ങനെയുള്ള ആളുകൾ, വെട്ടിൽ സുരേഷും ഒക്കെയാണ് കൊച്ചി ഭരിക്കുന്നതെന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ അതൊന്നുമല്ല അധോലോകമെന്നുള്ളത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളല്ലേ താങ്കൾ. അവർ അവരുടേതായ രീതിയിൽ അവരുടെ കഴിവുകൾ കാണിക്കുന്നു. സ്വാമിജി ഒരിക്കലും, ഞാൻ സ്വാമിജി എന്ന് വിളിക്കുന്ന അദ്ദേഹം സ്വാമിജി ആയതുകൊണ്ടാണ്, ആ ഒരു പ്രവർത്തനത്തിൽ ഒരു ആത്മീയതയിൽ നിൽക്കുന്ന ആളാണ്. നിരവധി ആളുകളുടെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. ഇവിടുത്തെ വ്യവസായ പ്രമുഖരുൾപ്പെടെയുള്ള ആളുകൾ തങ്ങളുടെ ആത്മീയ ഗുരുവാണ് ഭദ്രാനന്ദ് ജി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അധോലോകത്തെ നിയന്ത്രിക്കുന്ന ഒരാളായിട്ട് ഇദ്ദേഹം മാറുന്നില്ലേ? ആൻഡ്രൂസൺ, വളരെ സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ പലതും സിനിമയിലും ടി വിയിലും കാണുന്ന ഒരു അധോലോകം, ആ ഒരു
ധാരണ വെച്ചിട്ട് ഇതിനെ കാണരുത്. അധോലോകം എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നതും കാണാത്തതുമായ രണ്ട് വേൾഡുണ്ട്. നമ്മൾ നദി ഒഴുകുന്നത് കാണുന്നു, പക്ഷെ നദി ഒഴുകാതെ നിശ്ചലമായി കിടക്കുമ്പോഴും അതിൻ്റെ അടിയിൽ ഒരു അണ്ടർ കറണ്ട് ഉണ്ട്, അടിയൊഴുക്കെന്ന് പറയും. ഇതിനകത്ത് ഈ പറയുന്ന പോലെ അങ്ങ് ഇത്രയും ഇത് പറയുമ്പോൾ ഒരു പക്ഷേ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു അണ്ടർ വേൾഡ് ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് രീതിയിൽ കാണാം. ദുരന്തർ എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. അതിൽ റഹ്മാൻ എന്ന് പറയുന്ന ആളുടെ അയാളൊരു വലിയൊരു വിങ്ങിൻ്റെ ഹെഡാണ്, നിയന്ത്രിക്കുന്ന ആളാണ്. വളരെ സിമ്പിളായിട്ടാണ് നടക്കുന്നത്. എന്നാൽ നമ്മൾ ടി വിയിൽ കാണുന്ന തമിഴ് പടങ്ങളിലൊക്കെ കാണുന്നത് ഒരു വില്ലൻ വരുമ്പോൾ, ഒരു ബോസ് വരുമ്പോൾ ഒരു 150 കാറും കുറേ ആൾക്കാരും. അതുപോലെ കുരച്ചുകൊണ്ട് വരുന്ന പട്ടിയുടെ കടി കൊണ്ട് മരണം സംഭവിക്കില്ല. അതേസമയം നിശബ്ദമായിട്ട് വരുന്ന ഒരു പാമ്പിൻ്റെ കടി മരണത്തിലേക്ക് കൊണ്ടുപോകും. അതുപോലെ ഈ ഷോ കാണിക്കുന്നതും ബിൽഡപ്പും, ഇത് എനിക്കറിയില്ല അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ എന്താണോ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ചോദിച്ച കാരണം ഒരിക്കലും സ്വാമിജി വരുമ്പോൾ, ഭദ്രാനന്ദജി വരുമ്പോൾ ചുറ്റും ഒരു ആളില്ല. അതായത് കൂടെ ഒരു 10-20 പേര് കൊട്ടേഷൻ ടീം പോലെ വന്നിറങ്ങുന്ന ബൗൺസേഴ്സ് ഇല്ല, ആരുമില്ല. എപ്പോഴും ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുന്നു, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു, കിലോമീറ്ററുകളോളം ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് കേരളത്തിലേക്ക് വരുന്നു. കർണാടകയിൽ താമസിക്കുന്ന ഒരാളാണ്. ഇവിടേക്ക് വരുന്നത് ഒറ്റയ്ക്ക്. മുന്നിലോ പുറകിലോ ആയിട്ട് കാറുകളില്ല, എസ്കോട്ടില്ല, ബൗൺസേഴ്സ് ഇല്ല, ആരുമില്ല. പക്ഷേ ഈ ലോകം നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് ഇദ്ദേഹം മാറിയതായിട്ട് മാധ്യമങ്ങളിൽ വരുന്നു, ചില അറിവുകൾ കിട്ടുന്നു. ലോകം എന്ന് പറയുന്നത് എന്ത് വലുതാണ് ആൻഡ്രസ്. സൗന്ദര്യ ലഹരിയിൽ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? പ്രപഞ്ചത്തിൽ ഭൂമിയുടെ സ്ഥാനം കടൽ തീരത്തെ ഒരു തരി മണ്ണിന് സമം മാത്രമാണ്. നമ്മൾ കാണുന്ന ഒരു കൊച്ചു ലോകമാണ്. അല്ല, എൻ്റെ കുറേ സുഹൃത്തുക്കളും എൻ്റെ നമ്മൾ ലോകം നിയന്ത്രിക്കാൻ നമ്മളാരാ? നമ്മൾ വെറും ഒരു സാധാരണ ഒരു മനുഷ്യൻ, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ അതിനപ്പുറം ഡെക്കറേഷൻസ് ഒന്നും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് സംശയത്തിൻ്റെ, അല്ലെങ്കിൽ ഇന്നും ചർച്ച ചെയ്യുന്ന നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇപ്പം കുറേ ഇൻസിഡൻസിനെ ഇപ്പോൾ വീണ്ടും എടുത്ത് തൂക്കിക്കൊണ്ട് വരുന്നതായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാനും അത് ശ്രദ്ധിച്ചായിരുന്നു. 6 പേരുടെ മരണത്തിന് കാരണം, അന്നങ്ങനെ 6 പേർ മരണപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ ഹിന്ദുക്കൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുമായിരുന്നു. ഒരു കാര്യത്തിൽ താങ്കളെ പ്രശംസിക്കാതെ തരവില്ല. കാരണം ഇന്ന് ഹിന്ദുക്കളായ വീട്ടമ്മമാർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കാതെ തുണിയഴിക്കാതെ നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് താങ്കൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ലോകർക്ക് അറിയാവുന്നതാണ്. അതിനുവേണ്ടി, നീതിക്ക് വേണ്ടി തോക്കെടുത്തു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. കാരണം സ്വന്തം അമ്മയുടെ പേര് കൂട്ടിച്ചേർത്ത് വളരെ നെഗറ്റീവായിട്ട് പറഞ്ഞപ്പോൾ അതിനെതിരെ ഏതൊരു മകനും പ്രതികരിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് സത്യമല്ലേ? അതായത് 309 എന്ന് പറയുന്ന IPC ഒരു കേസ് തന്നു, ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നത്. കോടതി അപ്പം ചോദിച്ചു, കോടതി ജഡ്ജ്മെൻ്റ് ഒന്നും ഇവിടുത്തെ ഹിന്ദു ഇട്ടിട്ടില്ല, ഇന്ത്യൻ എക്സ്പ്രസ് ഇട്ടിട്ടില്ല, ടൈംസ് ഓഫ് ഇന്ത്യ ഇട്ടിട്ടില്ല, മാതൃഭൂമി, മനോരമ ഒന്നും ഇട്ടിട്ടില്ല. ഇവർക്കൊക്കെ ഇടാനുണ്ടായിരുന്നത് മംഗളം എഴുതിയൊരു സ്റ്റോറി, മനോരമ രചിച്ച ഇത്. കോടതി ചോദിച്ചത് അതാണ്, FIR ഇടുന്നത് മനോരമയാണോ എന്ന് ചോദിച്ചു. മനോരമയാണ് എഴുതിയത്, ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് വീട്ടിൻ്റെ ഫ്രണ്ടിൽ തോക്കുമായി നിൽക്കുകയാണ്. ഞാൻ എങ്ങനെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന് കോടതി ചോദിച്ചു പോകുന്നതിന് ഉത്തരവില്ല. വീട്ടുവാടക കൊടുക്കാൻ പൈസ ഇല്ലാതെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അത് എൻ്റെ വാടക വീട് പോലും അല്ലായിരുന്നു, എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിൽക്കുകയായിരുന്നു ഞാൻ. സുഹൃത്തെന്ന് പറഞ്ഞാൽ എൻ്റെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ഒരാളെ ഹീറോയിനെ സീറോ ആക്കുന്ന, അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് ഞാൻ അറിഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ ക്രിയേഷൻ ബാക്കിയുള്ളവർ വായിച്ചാൽ മതി, അങ്ങനെ ഇയാളെ അറിയിച്ചാൽ മതി, അറിയപ്പെട്ടാൽ മതി എന്നുള്ള ചില മാധ്യമങ്ങളുടെ ചില കടുപ്പിടുത്തങ്ങളുണ്ട്, ചില ആൾക്കാരുടെ ആ ചിന്തകളുടെ ഭാഗമായിട്ട്. അത് പൊളിഞ്ഞുപോയി. 309 എന്ന് പറഞ്ഞ് വാർത്തയിട്ട ലേബി സജീന്ദ്രൻ പിന്നീട് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ലോകം കണ്ടത്. ഭദ്രാനന്ദ് അപ്പം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നില്ല, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, എൻ്റെ ചോര കൊണ്ട് ഈ നാട് നന്നാവുമെങ്കിൽ നന്നാവട്ടെ. സന്തോഷ് മാധവൻ്റെ പേരിൽ മറ്റ് സന്യാസിമാരെയും ഹിന്ദുക്കളെയും അവരുടെ മഠങ്ങളെയും ആക്രമിക്കുന്നത് DYFIയും കമ്മ്യൂണിസ്റ്റുകളും ഇവിടെ അവസാനിപ്പിക്കണം. ജിഹാദികൾ ഇത്തരം ഇത് നടത്തരുത്. ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകളും കൂടെ ചേർന്നാണ് ഇവിടെ അത് പ്രശ്നം ഉണ്ടാക്കിയത്.
അപ്പം ആ വാക്കിനെ ഇവർ വളച്ചൊടിച്ച് ഇവർ എന്നെ ഒരു കോമാളിയാക്കി. ഒരു സ്ത്രീയോടൊപ്പം താമസിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ആരോപണം അല്ലേ? അതെ, അതായത് എൻ്റെ അമ്മേനെ എൻ്റെ വെപ്പാട്ടിയായിട്ട് ഇവർ ചിത്രീകരിച്ചു. ഞാൻ കടന്നുപോയത് ഇപ്പം നിങ്ങൾക്ക് തോന്നാം ഒരുപക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു. ഇത് എനിക്ക് ആദ്യം അനുഭവങ്ങൾ തന്നത്, ഞാനിവിടെ രാഷ്ട്രീയത്തിൽ വരാനോ രാഷ്ട്രീയക്കാരനായിട്ടോ നിൽക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനൊരു പൊളിറ്റീഷ്യനേ അല്ല. എനിക്കൊരു ഹിന്ദു മഹാസഭയുടെ ഒരു പോസ്റ്റ് ഈ കഴിഞ്ഞ മെയ് 2 എനിക്ക് തന്നു. ഞാനത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ആ പോസ്റ്റ് വേണ്ട, എനിക്ക് എന്നെ അതിൽ നിന്ന് മാറ്റൂ, എനിക്കൊരു പോസ്റ്റും വേണ്ട. ഞാൻ ഇത്രയും നാൾ ഇവിടെ ചെയ്തതും ഇനി ചെയ്യുന്നതും എൻ്റെ കൂടെ ഉള്ളവർ ചെയ്യാൻ പോകുന്നതും ഒന്നും ഒരു പോസ്റ്റ് ബേസ് ചെയ്തിട്ടല്ല. നമുക്കിവിടെ എന്ത് ചെയ്യണമെങ്കിലും നമുക്കൊരു പോസ്റ്റ് വേണ്ട. പോസ്റ്റ് എന്ന ഒരു പട്ടികൾക്കുള്ള ഒരു ഐഡൻറ്റിറ്റി ആണെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ഞാൻ ആ ടൈറ്റിൽ പോലും ഉപയോഗിക്കാതിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ആൾക്കാർ ഇവിടെ സുരക്ഷിതരായി ജീവിക്കണം. ഗതികേട് കൊണ്ട് നമ്മുടെ അമ്മ പെങ്ങന്മാർ ആരുടെയും മുന്നിൽ അവരുടെ വസ്ത്രം അഴിക്കേണ്ട അവസ്ഥ വരരുത്. ഭയം കൊണ്ട് ആരും ഒരു തീവ്രവാദിയുടെ മുന്നിലും മുട്ടുമടക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അന്നത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ആരും ഈ ഉറങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത് ഇവിടെ. ഈ 3 കാര്യങ്ങളുമാണ് എൻ്റെ കൺസേൺ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ഞാൻ എങ്ങനെയും പ്രവർത്തിക്കും. അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഏതൊരു ശക്തിയാണ്. പിന്നെ ഈ അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പരിഹസിച്ച പോലീസുകാരെല്ലാം ഇന്ന് ആത്മഹത്യ ചെയ്തു. അവരൊന്നും ഭൂമിയിൽ ജീവനോടല്ല. അവർക്ക് ഹാർട്ട് അറ്റാക്കും ക്യാൻസറും മറ്റ് അസുഖങ്ങളും ഒന്നല്ല മരിച്ചത്, അവർ ആത്മഹത്യ തന്നെ ചെയ്തത്. അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? കാരണം ഭദ്രാനന്ദ്ജി ഒരു സാധാരണ ആളല്ല. ശരീരം കൊണ്ട് അങ്ങനെയാണല്ലോ. ഈ പുറമേ കാണുന്ന ശരീരമോ അല്ലെങ്കിൽ പ്രവർത്തനമോ അപ്പുറം ആരും കാണാത്ത ഒരു ഭദ്രാനന്ദ്ജി ഇല്ലേ? നമ്മൾക്ക് പലതും ഇപ്പം ഇന്നത്തെ ന്യൂ ജനറേഷൻ്റെ മുന്നിൽ ആർക്കും ആരെയും പറ്റിക്കാൻ പറ്റില്ല. നമുക്ക് പറ്റിക്കാനും നമുക്ക് നന്നാവാനും ഒരിക്കലേ ഒരു ചാൻസ് കിട്ടുള്ളൂ. ഇവിടുത്തെ ഈ ന്യൂ ജനറേഷൻ ഒന്നും അറിയാത്ത ഒരാളാണ് ഭദ്രാനന്ദ്ജി. ഈ കാലഘട്ടത്തിലുള്ള ആളല്ല. വർഷങ്ങൾക്ക് മുൻപേ പ്രതികരിക്കേണ്ടടുത്ത് തുറന്ന് പ്രതികരിച്ച് എന്തിൻ്റെയും മുന്നിൽ നെഞ്ചും വിരിച്ച് നിന്ന് ഒന്നിൻ്റെയും മുന്നിൽ പതറാതെ നിന്ന ഒരു ഭദ്രാനന്ദ്ജി ഉണ്ട് തിരുവനന്തപുരം ജില്ല. അവിടെയുള്ള സകല A to Z ഗുണ്ട മാഫിയ തലവന്മാരും ഭയന്ന് നിൽക്കുന്ന, മുന്നിലേക്കെത്തിയാൽ പേര് കേട്ടാൽ പേടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇപ്പം മാറി നിൽക്കുകയാണോ അതോ മാറി നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുകയാണോ? ഇങ്ങനെയൊന്നും പറഞ്ഞ ആൾക്കാരെ വെറുതെ കൺഫ്യൂഷൻ ആക്കാതെ ആൻഡ്രൂസിനൊരു മാധ്യമപ്രവർത്തകനാവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ശൈലിയുണ്ട്. ഒരു ഗുണ്ടയോ ഗുണ്ടയൊന്നും എനിക്ക് അങ്ങനെ ഗുണ്ടയെന്നും മനുഷ്യരൊന്നൊന്നുമില്ല. എല്ലാവരെയും മനുഷ്യരായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, എന്നെ എതിർക്കുന്നവരുണ്ട്, സ്വാഭാവികം. ഒരാൾ സാധാരണ ഗുണ്ടയല്ല ഭദ്രാനന്ദ്ജി. ഗുണ്ടയ്ക്ക് അതിനൊരു ഹയറാക്കി ഉണ്ട്, അറിയോ? ഏറ്റവും താഴത്തതാണ് റൗഡി. റൗഡികളെ നിയന്ത്രിക്കുന്നതാണ് അതിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്നത് ഗുണ്ടകളെ കൺട്രോൾ ചെയ്യുന്നതും നിയന്ത്രിക്കുന്നത് ഗാങ്സ്റ്റേഴ്സിൻ്റെ മുകളിൽ വരുന്നത് നിങ്ങളെല്ലാവരും വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്ന പൊളിറ്റീഷ്യൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ഡോൺസ് എന്ന് പറയും. ഡോണുകൾ പലരും പല കാറ്റഗറീസിലുണ്ട്, പല മേഖലകളിലാണ് അവരിരിക്കുന്നത്. അവരെ ആൾക്കാർക്ക് അറിയാൻ സാധിക്കില്ല. അവർ വളരെ സൈലൻ്റാണ്. വെട്ടുച്ചാത്തിയും കോടാലിയായിട്ട് റോട്ടിലിറങ്ങി ഷോ കാണിക്കുന്നു, പട്ടി ഷോ കാണിക്കുന്നു ഒന്നും അവരുടെ രീതിയല്ല. ഡോണുകൾക്ക് അകത്തൊരു വിഗുണ്ട്, അതിനാണ് മാഫിയ എന്ന് പറയുന്നത്. മാഫിയ വളരെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷനോ ഒന്നുമില്ലാത്ത ഒരു ഗാദറിംഗ് ആണ്, ഒരു കൂട്ടായ്മയാണ്. ആ മാഫിയക്കകത്ത് പല കാര്യങ്ങളും ഡിസൈൻ ചെയ്യും, പലതും അവർ ഡിസൈഡ് ചെയ്യും. അതാണ് ഈ ലോകത്തിലല്ലേ ഭദ്രാനന്ദ്. മാഫിയയ്ക്ക് മുകളിലും മാഫിയയ്ക്ക് താഴെയൊന്നുമില്ല. മാഫിയ ഈസ് മാഫിയ, അത്രേ ഉള്ളൂ. മാഫിയയ്ക്ക് ദർ ഈസ് നത്തിങ് ബിഗർ ഓർ ലെസർ ദാൻ മാഫിയ. മാഫിയ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് പല ഡോണുകളും പല ചിന്തകളുള്ള പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരുടെ അതിനകത്ത് പലതരം മാഫിയാസ് ഉണ്ട്. ഡ്രഗ് മാഫിയ ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് മാഫിയ ഉണ്ട്, അതുപോലെ തന്നെ ടെററിസ്റ്റുകൾ, അങ്ങനത്തെ വിങ് ഉണ്ട്. അപ്പം ഇതിനകത്ത് നല്ലത് ഗോൾഡ് മാഫിയ ഉണ്ട്, പലതരം മാഫിയാസ് ഉണ്ട്. ഇതിനൊക്കെ മുകളിലല്ലേ
മതത്തെ നിയന്ത്രിക്കുന്ന ഒരു മാഫിയയുടെ ഏറ്റവും വലിയ തലവനല്ലേ താങ്കൾ? മതം എന്ന് പറയുന്നത് മത തീവ്രവാദി എന്ന് ഞാൻ ആരോപിച്ചാൽ താങ്കൾക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ മതത്തിൽ നിൽക്കുന്ന ആളല്ലല്ലോ. അതെങ്ങനെയാ നിങ്ങൾ ആരോപിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഞാനൊരു വിശ്വാസിയല്ല. ഞാൻ മതം എന്ന് പറയുന്നത് അഭിപ്രായം മാത്രമേ ഉള്ളൂ. ശങ്കരന്റെ അഭിപ്രായം വേറെ, ശങ്കുണ്ണിയുടെ അഭിപ്രായം വേറെ, സാമുവലിന്റെ അഭിപ്രായം വേറെ, സുലൈമാന്റെ അഭിപ്രായം വേറെ, പീറ്ററിന്റെ അഭിപ്രായം വേറെ, ഹംസയുടെ അഭിപ്രായം, ഇങ്ങനെ പലതരം ഓരോരുത്തരുടെ അഭിപ്രായം മാത്രമാണല്ലോ ആൻഡ്രസൻ മതം എന്ന് പറയുന്നത്. ആൻഡ്രസന്റെ മതം ആൻഡ്രസന്റെ അഭിപ്രായമാണ്. ഭദ്രാനന്ദന്റെ മതം ഭദ്രാനന്ദന്റെ അഭിപ്രായമാണ്. അതിനകത്ത് പിന്നെ ലോകം അങ്ങ് പറഞ്ഞ ഒരു കാര്യം ശരി തന്നെയാണ്. ലോകം നിയന്ത്രിക്കുന്ന ഒരു വലിയ മാഫിയയാണ് കാത്തലിക്സ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ മാഫിയ, ഇസ്ലാമിക് മാഫിയ ഉണ്ട്. ഹിന്ദു മാഫിയ കുറവാണ്, ചെറുതാണ്. ഇറ്റ്സ് എ വെരി ജസ്റ്റ് ലൈക്ക് എ പീനട്ട് ഇഫ് യു കമ്പയർ വിത്ത്. ചെറുതാണെങ്കിലും നഞ്ചെന്തിനാ നന്നാഴിന്ന് നാട്ടിൻപുറത്ത് പറയില്ല. ഹിന്ദു മാഫിയ കൺട്രോൾ ചെയ്യാനുള്ള വിങ് ആകെ അത് ചെയ്യുന്നത് യു പിയിലുണ്ട്, അതർ സ്റ്റേറ്റുകളിലുണ്ട്. പക്ഷെ കേരളത്തിൽ അത് കണ്ടിട്ടില്ലായിരുന്നു. എന്താണ് ഹിന്ദു മാഫിയ എന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഹിന്ദുക്കളെ ചവിട്ടി തെക്കുക എന്നുള്ള ഒരു അവസ്ഥ വന്നത്. ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ അടിച്ചുകൊണ്ട് പോവുക എന്നുള്ള ഒരു ഇത് വന്നു. ഹിന്ദുവിനെ ചോദിക്കാനും പറയാനും ആർക്കും ഹിന്ദുവിനെ കയറി ഞെരങ്ങാമെന്നുള്ള ഒരു ഫീല് വന്നത്. ഹിന്ദുക്കളെ നിയന്ത്രിക്കുന്ന ഒരു മാഫിയയുടെ മത തീവ്രവാദിയാണ് താങ്കളെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റും? എന്ത് ചോദ്യമാണ് ആൻഡ്രസൻ ഈ ഉന്നയിക്കുന്നത്? ആൻഡ്രസൻ ഇവിടുത്തെ ഈ പറയുന്ന പോലെ ഇവിടുത്തെ വിവരവും ഇല്ലാത്ത ജേർണലിസ്റ്റുകളെ പോലെയാണ് ചോദിക്കുന്നത്. ഹിന്ദു എങ്ങനെ ഒരു മതമാവുന്നത്? എന്തൊരു സംസ്കാരമാണ്? ഈ മതത്തിന്റെ പേരിൽ, ഈ മതം നിലനിർത്തണമെന്ന പേരിൽ വടക്കേ ഇന്ത്യയിൽ ഉൾപ്പെടെ എത്രയോ ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. യു പിയിൽ നടക്കുന്നതും കേരളത്തിൽ നടക്കുന്നതും ഇപ്പൊ എന്ത് വന്നാലും യു പിയിലേക്ക് മൈക്കും വായും നോക്കിയിരിക്കുന്ന കുറെ ആന്റി നാഷണൽസ് മീഡിയാസ് കേരളത്തിലുണ്ട്. അവർക്ക് യു പിനെ പരിഹസിച്ച് എന്നോ നറേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണല്ലോ അവരിവിടെ കേരളത്തിൽ ഇറക്കുന്നത്. യു പി ആണെങ്കിലും കേരളമാണെങ്കിലും മനുഷ്യരല്ലേ സ്വാമി? മനുഷ്യർ എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഒരാൾക്കാർ ചിന്തകളെ മാറ്റുന്നതാണ് വിഷയം. യു പിയുടെ ഡെവലപ്മെന്റ്സ് നിങ്ങൾ കാണുന്നുണ്ടോ? യു പിയിലൊരു സന്യാസി അവിടെ നാട് ഭരിക്കുന്നു. അതുപോലെ തന്നെ യഥാർത്ഥ RSSകാരുടെ പ്രവർത്തനം എന്താണെന്നും യഥാർത്ഥ ദേശഭക്തരുടെ പ്രവർത്തനം എന്താണെന്നൊക്കെ നോർത്തിലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. സ്വാമിജി അതിനെ എതിർക്കുന്ന തീവ്രവാദമില്ല എന്നുള്ളതാണ് സ്വാമി പറഞ്ഞു വരുന്നത്. ഈ നമുക്ക് തീവ്രതയാവാൻ നമ്മൾ മതമല്ല. ഹിന്ദുക്കൾക്ക് ഒരിക്കലും ഈ പറയുന്ന പോലെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദം കാണിക്കുന്ന പോലെ ഹിന്ദുക്കൾക്ക് തീവ്രവാദം കാണിക്കാൻ പറ്റില്ല. ഹിന്ദുക്കൾ തീവ്രവാദികളല്ല. നിങ്ങൾ കാണുന്ന പോലെ ഈ തീവ്രതയും ഭീകരതയും രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ തീവ്രതയെയും ഭീകരതയെ തെറ്റിദ്ധരിച്ച് പറയുമായിരിക്കാം. ബീവത്സം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഭീകരത ഉണ്ടായത്. തീവ്രത എന്ന് പറയുന്നത് അബ്ദുൽ കലാം സാർ സയൻസിന്റെ തീവ്രവാദിയായിരുന്നു. നമ്മൾ ധർമ്മത്തിന്റെ തീവ്രവാദികളാണ്. ധർമ്മത്തെയാണ് തീവ്രമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തീവ്രവാദികൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ചോദിച്ചത് പറയുമ്പോഴും ഈ കാര്യങ്ങൾ പറയുമ്പോഴും താങ്കൾ ഇങ്ങനെ ഞാൻ പറയുന്നതിനെ ലഘൂകരിച്ച് കാണുകയല്ലേ? ഞാൻ ലഘൂകരിച്ചുകളെ. നിങ്ങൾ ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ഇവിടുത്തെ മീഡിയക്കാർക്ക് ഒരു രീതിയുണ്ട്. നിങ്ങൾ കാലങ്ങളായിട്ട് നിങ്ങൾ ഇത് തന്നെയാണല്ലോ ഇതാക്കിയത്. ഹിന്ദുക്കളുടെ നല്ല കാര്യങ്ങളോ ഹിന്ദുക്കളുടെ പുരാണങ്ങളോ ഹിന്ദുക്കളുടെ ഇതിഹാസങ്ങളോ ഷഡ്ദർശനങ്ങളോ സ്മൃതികളോ ഇതിനെപ്പറ്റി ഒന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾക്ക് അമ്പലം തകർക്കണം, അമ്പലം കൊള്ളയടിക്കണം, അല്ലെങ്കിൽ ഒരു കുറിയിടാൻ ഇവിടെ ആൾക്കാർക്ക് മടിയാണ്. കുറിയിടുന്നവൻ, കാവി ഇടുന്നവൻ, കയ്യിൽ രാഖി കിട്ടുന്നവനൊക്കെ ഇവിടെ പ്രശ്നക്കാരാണ് നിങ്ങളുടെ കണ്ണിൽ. നിങ്ങൾക്ക് അതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴല്ലേ പ്രശ്നക്കാരെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് എന്ത് പ്രശ്നമാണ് ഇവിടെ ഉണ്ടായത്? ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ലേ? ഇവിടെ ഏത് ഹിന്ദുവാണ് വീട്ടിൽ കയറി വാളെടുത്ത് കഴുത്തിൽ വെച്ചിട്ട് മതം മാറാൻ പറഞ്ഞ് ബലാത്സംഗം ചെയ്തിട്ടുള്ളത്? വല്ലതും ചെയ്തിട്ടുണ്ടോ? ഹിന്ദുക്കൾ പ്രതികരിച്ചാൽ അവൻ വർഗീയവാദി. ഇപ്പം വലത്തോട്ട് മുണ്ടുടുത്തവൻ, നെറ്റിയിലൊരു കുറിയിട്ടവൻ വർഗീയവാദി അല്ലെ? നെറ്റിയിൽ തഴമ്പുള്ളവൻ, ഇടത്ത് മുണ്ടുടുത്തവൻ, ഇവിടെ തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവൻ, ഇവിടെ മതേതരവാദി. നിർത്തൂ. നിങ്ങൾ തീവ്രവാദത്തിന്റെ പേരിൽ എത്രയോ പേര് ഇവിടെ ഈ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ ഉണ്ടാവും. ഈ കേരളത്തിൽ ഇത് വലിച്ചോണ്ട് വരുന്നത് അതിനൊരു വിശദീകരണം പറഞ്ഞാൽ തീരുവോ? എവിടെ കൊന്നിട്ട്? ഗ്രഹാം സ്റ്റെയിൻസ് ഉൾപ്പെടെയുള്ള മതം പഠിപ്പിച്ചു എന്നതിന്റെ പേരിൽ ഒരു പിതാവിനെയും 2 കുഞ്ഞുങ്ങളെയും ചുട്ടുകരിച്ചൊരു സംഭവം ആരും മറന്നിട്ടില്ല. അത് അയാളുടെ വിധിയാണ്. അയാളുടെ വിധി, അയാളുടെ കർമ്മഫലമാണ്. ഇവിടെ ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ അപ്പൊ നിങ്ങൾക്ക് ചോദിക്കട്ടെ, ഈ ബ്രിട്ടീഷുകാർ ഈ ഇന്ത്യക്കാർ അത്രയും കൊന്നത്, ഈ ക്രിസ്ത്യൻ വിഭാഗം വന്ന് ഇവിടെ ഒന്ന് കൊന്നതിൽ അപ്പൊ നിങ്ങൾക്ക് വേദനയില്ല? എത്രയോ ആൾക്കാർ ചുട്ടടിക്കപ്പെട്ടു. മതത്തിന്റെ പേരിലായിരുന്നു. മതമാണല്ലോ പൊളിറ്റിക്സ്.
അവരുടെ ബ്രിട്ടന്റെ താല്പര്യം, അവരിവിടെ വന്ന് ഇവിടുത്തെ ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ അത്രയും കൊള്ളയടിച്ചോണ്ട് പോയി. ഇവിടുത്തെ അമ്പലങ്ങളെല്ലാം എങ്ങനെയാണ് ഹിന്ദുക്കളുടെ സ്വത്തെന്ന് പറയാൻ കഴിയുക? ഈ ഹിന്ദുക്കളുടെ സ്വത്തെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഈ ഹിന്ദുക്കളുടെ സ്വത്തല്ലല്ലോ. ഈ ഹിന്ദുസ്ഥാനിലുള്ളത് ഹിന്ദുസ്ഥാൻ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഹിന്ദുക്കളുടേത് മാത്രമാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഇത് ഹിന്ദുസ്ഥാനാണ് മിസ്റ്റർ. സ്വാമിജി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതമില്ല. ഇത് മതത്തിലേക്ക് വരും. പിന്നെ എങ്ങനെ ഇത് ഹിന്ദുക്കളുടേതാവും? മതം എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മതം എന്ന് പറയുന്നത് അഭിപ്രായമാണ്. മതം എന്ന് പറയുന്നത് അഭിപ്രായമാണ്, ഒപ്പീനിയനാണ്. പലതും നിങ്ങൾ അറിയുന്നില്ല. ഇപ്പൊ മതസ്പർദ്ധ എന്ന് പറഞ്ഞ് ഇവിടുത്തെ പോലീസ് ഒരു കാലത്ത് എന്റെ പേരിലും കേസുകൾ എടുത്തിരുന്നു. പിന്നെ പോലീസുകാർക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, മതം എന്ന് പറയുന്നത് അഭിപ്രായമാണ്. അഭിപ്രായങ്ങൾ പരസ്പരം പറയുമ്പോൾ അതിൽ സ്പർദ്ധ ഉണ്ടാവും. പക്ഷെ മതസ്പർദ്ധ എന്ന് പറയുന്ന കേസ് ഒരു കാലത്ത് ഇവിടെ കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച് ഇവിടുത്തെ തീവ്രവാദികൾക്കും ഇവിടെ ഈ മതത്തിന്റെ പേര് പറഞ്ഞ് മതപരിവർത്തനം നടക്കുന്നവർക്കും രക്ഷാകവചം ഉണ്ടാക്കുന്ന വകുപ്പായിട്ടാണ് അത് വെച്ചിരുന്നത്. അവർക്കെതിരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പിടിച്ചകത്തിടണം എന്നുള്ള രീതിയിൽ വേണ്ടി കോൺഗ്രസ് ഗവൺമെന്റ് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനൊപ്പം തന്നെ ഇതിനും മാറ്റം വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും. നമുക്ക് അഭിപ്രായം ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിനെന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്തല്ലേ ആൻഡ്രസൺ വിശ്വസിക്കേണ്ടത്? ഒരാള് മലേനെ കാണിച്ചിട്ട് അത് മലയല്ല, അത് മറ്റെന്തെങ്കിലും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യണ്ടേ? ചോദ്യം ചെയ്യാതെ ഇത് കട്ടൻ ചായയാണ്, ഇത് കട്ടൻ ചായയാണോ ഇത് റമ്മാണോ എന്ന് ചോദ്യം ചെയ്യിക്കണ്ടേ? ചോദ്യം ചെയ്യാതെ എടുത്ത് വലിച്ച് കുടിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ വെറുതെ അന്ധവിശ്വാസം നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. സനാതന ധർമ്മം പറയുന്നത് ചോദ്യം ചെയ്ത് മനസ്സിലാക്കി വിശ്വസിക്കണം. ഹിന്ദു വിശ്വാസത്തിൽ അന്ധവിശ്വാസങ്ങൾ ഇല്ലെന്നാണോ? ഹിന്ദു എന്ന് പറയുന്നതിന്റെ വേർഡിനെ മനസ്സിലാക്കൂ. ഹിന്ദു എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനിൽ നിന്നാണ്. ഹിന്ദുസ്ഥാനിലെ എല്ലാ പട്ടിയും പൂച്ചയും കുരങ്ങനും കഴുതയും ഞാനും നീയും എല്ലാം ഹിന്ദുവാണ്. അതാണ് ഇവിടെ വരേണ്ടത്. അല്ലാതെ ഇവിടെ വരുന്നത് ഹിന്ദു മുസ്ലിമാണ്. ഇവിടെ ഉള്ളതും ഹിന്ദുവായിട്ടുള്ള ക്രിസ്ത്യാനിയാണ്. ഇവരുടെയൊക്കെ പൂർവികരുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവര് ഇന്നത്തെ മുസ്ലിം പേരുള്ളതും ക്രിസ്ത്യൻ പേരുള്ളതും ഒക്കെ 100 വർഷം 200 വർഷം 600 വർഷം വരെ എടുത്ത് പിറകോട്ട് നോക്കൂ. ഈ 1600 വർഷത്തിന് പിന്നെയും പിറകോട്ട് പോകും, 2000 വർഷത്തിന് പിന്നെ പിറകോട്ട് പോകും. ഇതെല്ലാം ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നതാണ്. സംസ്കാരം എന്നതും മതം എന്നത് പറയുന്നതും ഒന്നാണെന്നാണോ സ്വാമി? അത് രണ്ടാണ്. സംസ്കാരം വേറെ, മതം വേറെ. നമ്മളുടെ ഒരു കൾച്ചർ, വി ആർ ഹിയർ ടു പ്രൊമോട്ട് അവർ കൾച്ചർ. റിലീജിയൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അവർ കപ്പ് ഓഫ് ടീ. നമ്മളുടെ സാധനമല്ല മതം. അപ്പൊ നിങ്ങൾ ഈ മത തീവ്രവാദി എന്ന് പറയുമ്പോൾ അതിലെന്താ ലോജിക്കുള്ളത്? മതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നമ്മളത്ര മണ്ടരല്ല. സ്വാമിജി തന്നെ എത്രയോ ഇടങ്ങളിൽ ഹിന്ദുക്കളെ സംരക്ഷിക്കണം, ഹിന്ദുക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിൽക്കണം, അതിനുവേണ്ടി എന്തും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത ഒരാളല്ലേ? ഞാൻ ചെയ്തു, ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്ത്. പിന്നെ ഞാനത് വേറെ വല്ലവന്റെ കാര്യം നോക്കണോ? ആണോ? ഞാൻ ജനിച്ചത് എൻ്റെ അപ്പൻ ഹിന്ദുവാണ്, എൻ്റെ അമ്മ ഹിന്ദുവാണ്, എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും ഈ ധർമ്മത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരാണ്. ഞാനൊരു ഹിന്ദുസ്ഥാനിൽ ജനിച്ച ആളാണ്. ഇങ്ങനെ പറയുന്ന സ്വാമിജിക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു ദുരനുഭവം ഉണ്ടായപ്പോൾ ഈ ഹിന്ദുക്കളൊക്കെ എവിടെയായിരുന്നു? അവിടെയാണ് കേരളത്തിന്റെ പ്രത്യേകത. ഓപ്പർച്യൂണിസ്റ്റ് ഹിന്ദുവിന്റെ. അതാണ് നമ്മുടെ വീർ സവർക്കർജി പറയുന്നത്, ഐ എം നോട്ട് അഗൈൻസ്റ്റ് ബ്രിട്ടീഷേഴ്സ് ഓർ ഇസ്ലാമിസ്റ്റ് ആൻഡ് ഐ എം നോട്ട് അഫ്രേഡ് ഓഫ് ദം, ബട്ട് ഐ ആം റിയലി അഫ്രേഡ് ഓഫ് ഹിന്ദുസ്. ഈ നാട്ടിലെ ഹിന്ദുസ്, പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദുവിന്റെ രീതി എന്താണ്? എത്രയോ കേസുകൾ വന്നു, പ്രശ്നങ്ങൾ വന്നു, തോക്ക് സ്വാമി എന്ന വിളിപ്പേര് വന്നു. താങ്കളുടെ ആത്മീയതയും താങ്കളുടെ പോസിറ്റീവ് സൈഡും ആരും കാണാതെ പോയില്ലേ? താങ്കളെ കുറ്റപ്പെടുത്തിയില്ലേ? താങ്കളെ ജയിലിൽ അടച്ചില്ലേ? എത്രയോ തവണ ജയിലിൽ അടച്ചു. എത്രയോ പോലീസ് കേസ് വന്നു, കുറ്റപ്പെടുത്തി. ഈ നാട് കടത്തുന്ന അവസ്ഥ ഉണ്ടായില്ലേ? ഈ നാട്ടിൽ നിന്ന് നിലനിൽക്കാൻ കഴിയാതെ ഇവിടെ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥ ഉണ്ടായില്ലേ? അന്ന് ഈ ഹിന്ദുക്കളും സ്വാമിജി പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളും രാഷ്ട്രീയക്കാരും ഹിന്ദുയിസം ഒക്കെ എവിടെയായിരുന്നു? അവരെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. അവരിപ്പം എന്നെ കുറ്റപ്പെടുത്തുകയോ എന്നെ ഒറ്റപ്പെടുത്തുകയോ ചെയ്തോട്ടെ, പക്ഷെ അവരെൻ്റെതാണ്. അവർക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റില്ല എന്ന് കരുതി ഞാൻ അവരെ എതിർക്കാൻ നിൽക്കുന്നവനല്ല. ഞാൻ ജയിലിൽ പോയിട്ടുണ്ടെങ്കിലും അവർക്ക് വേണ്ടിയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ അവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ചെയ്യുന്നതിലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ എന്നെ നാട് കടത്തി എന്നല്ല ഒരു പുല്ലും നടന്നിട്ടില്ല. ഞാൻ ഇവിടുന്ന് വിട്ടുപോയതാണ്. പക്ഷെ എന്ന് കരുതി എൻ്റെ പ്രസൻസ് ഇവിടെ ഇല്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? എൻ്റെ അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇവിടുത്തെ ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ കുഴച്ചു തുപ്പുന്നതല്ലേ ഇവർ ചിന്തിക്കുന്നുള്ളൂ.
ഈ നമ്മുടെ ആൾക്കാരുടെ മനസ്സ്, അത് ജഗതി ശ്രീകുമാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്, തന്നെ പോലുള്ളവന്മാര് ഈ സിനിമയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ആൾക്കാരത് വിശ്വസിച്ചു പോകുന്നു. May 17 നിങ്ങൾ എൻ്റെ കഥയെ നിങ്ങൾ വളച്ചൊടിച്ച് മകന്റെ അച്ഛൻ്റെ രീതിയിൽ ഇങ്ങനെ കാണിച്ചു. അപ്പൊ തനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒരു കടലാസ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കടലാസ് എഴുതി കൊടുക്കുന്ന ശീലമില്ല, അതിന്റെ കോൺസിക്വൻസ് വളരെ വലുതായിരിക്കും, നിങ്ങളത് അനുഭവിക്കാൻ വേണ്ടി തയ്യാറായിക്കോളാൻ മാത്രമേ ഞാൻ പറഞ്ഞോളൂ അവനോട്. താങ്കളുടെ ശാപമാണോ ജഗദീഷ്? ശാപമൊന്നുമല്ല, ശപിക്കാൻ ആരാ? അയാൾക്ക് ഒരു പണി, അത് May 17 അയാൾ എൻ്റെ ജീവിതത്തെ വളരെ മോശമായിട്ട് കാണിച്ച രീതിയിൽ അയാൾ മകന്റെ അച്ഛനിൽ പോർട്രേ ചെയ്തു, ആ രീതിയിൽ കാണിച്ചു. NH-17 തന്നെ അയാൾക്ക് അതിന്റെ അനുഭവം കിട്ടി. അത് എന്ത് ചെയ്തു ഏത് ചെയ്തു എന്ന് ഇവിടുത്തെ പോലീസും ബാക്കിയുള്ള അന്വേഷണ ഏജൻസികളും സിസ്റ്റം ഉണ്ട്, അന്വേഷണ ഏജൻസിക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു തലത്തിലാണ് താങ്കൾ നിൽക്കുന്നത്. അതൊക്കെ വിട്, എനിക്ക് ആ ടോപ്പിക്കിൽ എനിക്കിതൊന്നും ഇത് വിറ്റ് കാശാക്കി ആൾക്കാരെ ഈ പറയുന്ന പോലെ ശരീരം വിറ്റ് ജീവിക്കുന്ന ചില ആൾക്കാരെ പോലെ ഈ ഗുണ്ടാപ്പണി കാണിച്ച് രണ്ടുപേരെ വെട്ടി കുത്തി അവരെ പേര് പറഞ്ഞ ആൾക്കാരെ വിരട്ടി ജീവിക്കുന്ന ഒരു മൂന്നാംകിട ഗുണ്ടയല്ല ഭദ്രാനന്ദ്. എൻ്റെ സംസ്കാരത്തെ, എൻ്റെ ആൾക്കാരെ ആക്രമിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ അതിന്റെ പ്രത്യാഘാതം എങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് ഈ ഭൂമിയിൽ ചിലത് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമേ ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. അല്ല, തിരുവനന്തപുരത്ത് ഒറ്റ ദിവസം കൊണ്ട് 6 പേർ കൊല്ലപ്പെട്ടു. അതിന്റെ പിന്നിൽ ഭദ്രാനന്ദിന്റെ കരങ്ങളാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കൂ? ഇപ്പൊ ഞാൻ അല്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, ആണെന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. ആണെന്ന് പറഞ്ഞ ഇപ്പൊ ആരെങ്കിലും വിശ്വസിക്കാൻ പോണുണ്ടോ? ഇനിയിപ്പോ അല്ലെന്ന് പറഞ്ഞാൽ താങ്കളാണ്, താങ്കൾ ചെയ്തുവെന്ന് ഞങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ വിശ്വസിച്ചേ പറ്റൂ. കാരണം താങ്കൾ ജയിലിൽ അടയ്ക്കപ്പെട്ട, വെടിവെപ്പ് നടന്ന അതേ വർഷത്തിന്റെ അതേ ദിവസങ്ങളിൽ പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ പലരും കൊല്ലപ്പെടുന്നു, പലരും അപകടത്തിൽ മരിക്കുന്നു. താങ്കൾക്കെതിരെ വ്യാജ വാർത്തകൾ ചെയ്യുന്നെന്ന് താങ്കൾ ആരോപിച്ച പലരും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോകുന്നു. ഇതിന്റെ പിന്നിലെ ആ ഒരു രഹസ്യം എന്താണെന്ന് വെളിപ്പെടുത്താൻ പറ്റുമോ? താങ്കൾക്ക് എന്തോ ഒരു ശക്തി ഉണ്ട്, താങ്കൾ പ്രഡിക്ഷൻസ് നടത്തുന്ന ആളാണ്. സുനാമി ഉൾപ്പെടെയുള്ള വലിയ ദുരന്തങ്ങൾ താങ്കൾ പറഞ്ഞപ്പോൾ ഇവിടെ പലരും മുഖം തിരിച്ചു, കളിയാക്കി. ഭദ്രാനന്ദ് എന്ന് പറയുന്ന തോക്കുസ്വാമിക്ക് വട്ടാണെന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുന്നിലേക്ക് ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നു. എനിക്ക് ഒരു കഴിവുമില്ല ആൻഡ്രൂസ്, ഞാനൊരു ഊളയാ, ഞാനൊരു മണ്ടനാ, എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. എനിക്ക് മലയാളികളുടെ അംഗീകാരം ആവശ്യമില്ല. ഞാൻ മലയാളികൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഫൈറ്റ് ചെയ്തത്, ഞാനൊരു സംസ്കാരത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തു. അതിപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് ആരുടെ അടുത്ത് എനിക്കിപ്പോൾ ഒരു കാമുകിയുണ്ട്, എൻ്റെ കാമുകിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അവളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ അവളുമായിട്ട് കറങ്ങുന്നു. അത് ഞാനും അവളും തമ്മിലുള്ള സ്വകാര്യമായിട്ടുള്ള നിമിഷങ്ങളാണ്. അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നാട്ടുകാരുടെ അടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? എന്ന് പറയുന്ന പോലെ എൻ്റെ സംസ്കാരം എൻ്റെ കാമുകിയാണ്, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. അവളെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ്. ഞാൻ അവൾക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും, അവളെ ഞാൻ കൊണ്ടു നടക്കും, അവളെ താലോലിക്കും, അവൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും, അവളുടെ കുറുമ്പുകൾ ഞാൻ കാണും, അല്ലെങ്കിൽ അവളുടെ പ്രതികരണങ്ങൾ, അവളുടെ റിയാക്ഷൻസ് ഞാനത് വിറ്റ്നസ് ചെയ്യും. അതൊക്കെ എൻ്റെ പേഴ്സണൽ ഇതാണ്. അതുപോലെ എൻ്റെ സംസ്കാരമോ എനിക്ക് അതുപോലെ എനിക്ക് എന്നെ സംരക്ഷിക്കണമെന്ന് താങ്കൾ ഒരാളെ സംരക്ഷിക്കണമെന്ന് തീരുമാനിച്ചിറങ്ങിയാൽ ഏതറ്റം വരെയും പോയി താങ്കളിപ്പോൾ കാമുകിയോട് ഉപമിച്ചു എന്നിരിക്കെ തങ്ങളുടെ സംസ്കാരത്തെ കാമുകിയായി ചിത്രീകരിച്ചു പറഞ്ഞു. അത് അങ്ങനെ പറയുമ്പോൾ തന്നെ താങ്കൾ ആരെ സംരക്ഷിക്കണമെന്ന് തീരുമാനിച്ച് ഏത് കാലത്തിറങ്ങിയോ അന്ന് തൊട്ട് ഇന്ന് വരെയും ആ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെയും പോയി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു അധോലോക രാജാവായിട്ട് തന്നെ നിൽക്കുകയാണല്ലോ. എന്നെ വിശ്വസിക്കുന്ന ഒരാൾക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് ആ ഒരു ആത്മാർത്ഥത മാത്രമല്ല. സാർ പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ആൻഡ്രൂസ്, ആത്മീയത എന്ന് പറയുന്ന ആത്മാർത്ഥതയിൽ നിന്നാണ് ആത്മീയതയിലെത്തുന്നത്. പലയിടത്തും നിക്കക്കള്ളിയില്ലാതെ എല്ലാ വാതിലുകളും അടഞ്ഞിട്ടായിരിക്കുമല്ലോ ഒരിടത്ത് എത്തുക. ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു ആത്മീയ ജീവിതം നയിക്കുന്നവനിൽ ഒരു പ്രതീക്ഷ ഉണ്ടാവും ആൾക്കാർക്ക്. അഭയം തേടി വരുന്നവനൊരു സംരക്ഷണം, അവനൊരു തോൾ, അവൻ്റെ കൂടെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി വാദിക്കുകയായിരുന്നു ഞാനിവിടെ ചെയ്തത്. അതെനിക്ക് ലാഭം ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് നഷ്ടങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. ഹിന്ദുവിന് വേണ്ടി ഫൈറ്റ് ചെയ്തപ്പോഴും നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ BJP RSSും ഹിന്ദു ഐക്യവേദിയും വിശ്വഹിന്ദു പരിഷത്തും ഒന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഞാൻ ഫൈറ്റ് ചെയ്തു ഹിന്ദുവിന് വേണ്ടി. കാരണം ഇതൊക്കെ എൻ്റെതായിരുന്നു, എൻ്റെതാണെന്നുള്ള ബോധം എനിക്കുള്ളത് കൊണ്ടാണ്. അവരെന്നെ മനസ്സിലാക്കിയില്ല, ഞാൻ അവരെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാനൊരു ആത്മീയ ജീവിതം നയിക്കുന്നതും അവർ ആത്മീയതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു അധോലോക രാജാവിന്
അധോലോകം കീഴടക്കി ഭരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ആത്മീയതയിൽ ഉറച്ചു നിൽക്കാൻ കഴിയും? ഈ അധോലോകവും ആത്മീയ ലോകവും എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ഇതായിട്ട് നിങ്ങൾ അതിനെ മോശപ്പെടുത്തി കാണണ്ട. നിങ്ങൾ കാണുന്ന അധോലോകവും ഈ പിടിച്ചുപറിയും, ഈ കൂലിത്തല്ലും, ഈ റോബറി നടത്തുകയും സ്വർണം അടിച്ചുകൊണ്ട് പോവുകയും മറ്റേ ആൾക്കാരെ വിരട്ടി ഗുണ്ടാപിരിവും പീസ് പിരിവും നടത്തുന്നതല്ല അധോലോകം. നമ്മൾ കാണാതെ നമ്മൾ അറിയാത്തൊരു സോഴ്സ്, ഒരു ഫോഴ്സ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിസ്ട്രക്റ്റീവ് ഫോഴ്സും അതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ എത്ര പേര് ഇവിടുത്തെ ഇൻ്റലിജൻസിനെ പറ്റി, ഇൻ്റലിജൻസ് ഒരു അധോലോകമാണല്ലോ, മെസ്സേജുകളെ കൊടുക്കുന്നുള്ളൂ, ആക്ഷൻസ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നദിയുടെ പുറത്തുള്ള ഓളങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതാണ് പൊളിറ്റിക്സ്. നിങ്ങൾ ഈ രാഷ്ട്രീയം ഈ ഓളം മാത്രമാണ്. ഈ ടി വിയിൽ വന്ന് കിടന്ന് ബഹളം കാണിക്കുന്നു, MLA MP, ഇതൊക്കെ നിങ്ങൾ പുറത്ത് കാണുന്ന ഒരു ഓളമാണ്. അതാണ് ഈ പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സിനെ നിയന്ത്രിക്കുന്നത് അടിയിലുള്ള ഒരു അണ്ടർ കറന്റ് ആണ്. ദാറ്റ് ഈസ് വാട്ട് നിങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അണ്ടർ വേൾഡ് എന്ന് പറയുന്നത്. നിങ്ങൾ കാണാത്തൊരു ലോകമുണ്ട്, നമ്മളെ അറിയാത്ത ആ ലോകത്തെ നയിക്കുന്ന ഒരാളാണ് താങ്കൾ. ഞാനൊന്നുമല്ല, അങ്ങനെയൊന്നും പറയരുത്. ലോകത്തെ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോൺസിനെ നിയന്ത്രിക്കുന്ന, മാഫിയകളെ നിയന്ത്രിക്കുന്ന ഒരാളാണ് ഭദ്രാനന്ദ്. നിങ്ങൾ എന്തെന്നായി പറയും? ഇതൊക്കെ പറഞ്ഞു ആൾക്കാർ നിങ്ങളെ തമാശ, നിങ്ങൾ ഒരിക്കലുമല്ല. മലയാളികൾ താങ്കളെ ഭയപ്പെടുന്നുണ്ട്, അത് താങ്കൾക്കറിയുമോ? എന്നെ ഭയപ്പെടേണ്ട ഞാൻ ഡ്രാക്കുളയാണോ? എന്നെ ഭയപ്പെടാൻ താങ്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഭയം എന്താണ്? അതായത് നിശബ്ദനായ കൊലയാളിയാണ് താങ്കൾ. എത്രയോ പേർ താങ്കൾക്കെതിരെ സംസാരിക്കുന്നവരെ, താങ്കൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ, അത് തന്ത്രം കൊണ്ടാകാം, മന്ത്രം കൊണ്ടാകാം, വിദ്യകൾ കൊണ്ടാകാം, താങ്കളുടെ കഴിവുകളൊക്കെ ഉപയോഗിച്ച് തിരിച്ചറിയാതെ, അതായത് പലരും തിരിച്ചറിയാതെ പോയ പല കഴിവുകളും താങ്കൾക്കുണ്ട്. താങ്കൾ ഒരു അഘോരിയാണെന്നുള്ള കാര്യം ഈ നാട്ടിൽ എത്ര പേർക്കറിയാം? നിങ്ങൾ ഇതിലേക്ക് വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അത് പറയണം. ഇത് അറിയാത്ത എത്രയോ ആളുകളുണ്ട്. ഒരു അഘോരിയുടെ ജീവിതം നയിക്കുമ്പോൾ അഘോരിയിൽ നിന്ന് തന്നെ താങ്കൾ പൂജകളും കർമ്മങ്ങളും അത് നടത്താൻ പ്രാപ്തനായ ആളാണ്, പഠിച്ച ആളാണ്. അറിയില്ല. ആത്മീയതയിൽ നിന്നുകൊണ്ട് തന്നെ അധോലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ഒരാൾ തന്നെയാണ് ഭദ്രാനന്ദ്ജി. എന്തുകൊണ്ടാണ് ഇത് നിഷേധിക്കുന്നത്? താങ്കൾ പോലീസിനെ ഭയക്കുന്നുണ്ടോ? നിയമത്തെ ഭയക്കുന്നുണ്ടോ? എനിക്കോ? ഞാൻ എന്തിനാ പോലീസിനെ ഭയക്കണം? പോലീസിനെ എന്തിനാ ഞാൻ ഭയക്കണം? ഞാൻ വളർന്നതേ പോലീസ് സ്റ്റേഷനിലാ. എൻ്റെ ഉള്ളിലെ ചോരയെ ഒരു പോലീസാ. പിന്നെ നിയമത്തെ എനിക്ക് ഭയമല്ല, എനിക്ക് ബഹുമാനമാണ്. കാരണം സനാതനധർമ്മം കോർത്തിണക്കിയാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നിയമത്തിനെതിരെ പ്രവർത്തിക്കുന്നവരും നിയമത്തിൻ്റെ പഴുതുകൾ വിട്ടുചാടി നിയമത്തിനെതിരെ കൊഞ്ഞനം കുത്തുന്നവൻ്റെ ആപ്പീസ് പൂട്ടലാണ് നമ്മുടെ പണി. അതേ ചെയ്തിട്ടുള്ളൂ. അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടുന്ന ആളല്ല, നിയമത്തെ മുന്നിൽ ഭയക്കുന്ന ആളല്ല. ഭദ്രാനന്ദ് എന്ന് കേൾക്കുമ്പോൾ, സ്വാമി ഭദ്രാനന്ദ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ആത്മീയത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉള്ളിൽ ഭയത്തോടുകൂടി കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആളുകൾ ഭയപ്പെടുന്നുണ്ട് താങ്കളെ. കാരണം ഇവിടുത്തെ ചെറിയ ചെറിയ ഗുണ്ടകളായി, മാഫിയകളായി വിലസുന്ന ആളുകൾ, അവരുടെ അടുത്ത് ഇപ്പൊ ഭദ്രാനന്ദ്ജി എന്ന് പേര് കേൾക്കുമ്പോൾ ഇവർ ഭയക്കുന്ന കാഴ്ചയുണ്ട്. അവർക്ക് ഭയമൊന്നുമില്ല. അവർക്ക് എന്താ എന്നെ ഭയക്കുന്നത്? ഞാൻ അവരുടെ എന്തോ കോമ്പറ്റീറ്റേഴ്സ്. അവര് മത്സരം എന്നുള്ളതല്ല പറഞ്ഞത്, അവർക്ക് അവരുടെ ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. ഞാൻ എന്താ ഗുണ്ടാ സ്കൂൾ നടത്തുകയാണോ? ഗുരുസ്ഥാനം കാണുക? നിങ്ങൾ എന്തെന്നൊക്കെ ഈ പറയുന്നത്? താങ്കളെ വളരെ ആരാധനയോടെ കാണുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. എന്നെ ആരാധിക്കാൻ ഞാൻ ആരുമല്ല. ഞാൻ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറോ സിനിമാ നടനോ ഒന്നും അല്ല. എനിക്ക് ഫാൻ ബേസ് ഒന്നുമില്ല. എനിക്ക് വെൽഫെയർ ഇത് അസോസിയേഷൻ ഒന്നുമില്ല. ഞാനൊരു സാധാരണക്കാരനാണ് ആൻഡർസൺ. ഞാനിങ്ങനെ ഒരു സൈഡ് വഴി എൻ്റെ കുറച്ച് ആൾക്കാർക്ക് വേണ്ട കുറച്ച് കാര്യം ചെയ്ത് ഞാൻ പോകുന്നു. ഞാൻ എന്ത് ചെയ്യുന്നെന്നോ എവിടെ ചെയ്യുന്നെന്നോ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സ്വാമിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആരും അവരുടെ സ്വത്വം വെളിപ്പെടുത്താറില്ല. ആ സ്വത്വത്തിൽ ഒളിച്ചിരുന്നു കൊണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ അതൊക്കെ ചെയ്ത് ഇപ്പോഴും ഗൺമാൻ ഉൾപ്പെടെയുള്ള പ്രൊട്ടക്ഷനോടുകൂടി ഗണ്ണുമായി നടക്കുന്ന ഒരാൾ തന്നെയാണ് താങ്കൾ. എനിക്ക് ഗൺമാൻ, ഞാൻ സാധാരണക്കാരനാണ്. എൻ്റെ പേരിലൊരു തോക്ക് സ്വാമി ഒന്നും ഉണ്ടായിപ്പോയി. അതുകൊണ്ട് ചിലപ്പോൾ തോക്കെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാനൊരു സാധാരണ രീതിയിൽ പോകുന്നതാണ്. എന്നെ വെറുതെ ആവശ്യമില്ലാതെ ഇതിൻ്റെ ഇടയിലൊക്കെ വലിച്ചു കയറ്റി നിങ്ങൾക്ക് വെറുതെ ന്യൂസിന് കുറേ സാധനങ്ങൾ വേണം. മലയാളികൾക്ക് പല രീതിയിൽ എന്നെ പറ്റിയുള്ള വിവരണങ്ങളുണ്ട്. അത് അങ്ങനെ അങ്ങ് പോട്ടെ. പലരും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞോട്ടെ. അങ്ങനെയൊന്നും അല്ലാത്ത ഒരു ഭദ്രാനന്ദ്ജി സൈലൻ്റായിട്ട് തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഭയക്കേണ്ടവർ ഭയക്കുന്നുണ്ട്.
ഇനി പലരും ഭയക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.